കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ കെട്ടിടം തകർന്നതിൽ വലിയ പ്രതിഷേധം യുഡിഎഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മേയർ ഒ സദാശിവത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം അപകടത്തിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷൻ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. മേയറെ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പ്രവർത്തകർ കടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ രാത്രിയിലും മേയറുടെ വസതിയിലേക്ക് പ്രതിഷേധം നടക്കുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ തന്നെയാണോ ഉള്ളത്? അവിടെ നിന്ന് ഈ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം സാധ്യമാകുന്നുണ്ട്? അമൃത, കോർപ്പറേഷന്റെ കെട്ടിടം തകർന്ന് 4 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായതിൽ വലിയ പ്രതിഷേധമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മേയർ ഭവന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു തള്ളിക്കയറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, PV അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ UDSF പ്രവർത്തകർ, അതായത് യുവാക്കളടക്കമുണ്ട്, മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, അങ്ങനെ ഒരുപാടധികം പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വരുന്നത്. പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡ് തള്ളി മറിച്ചിട്ടുകൊണ്ട് ഈ മേയർ ഭവൻ അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച പ്രവർത്തകരൊക്കെ, BJP പ്രവർത്തകരൊക്കെ ഈ മേയറെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വന്നെങ്കിലും മേയറെ കാണാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ കോർപ്പറേഷനിലേക്ക് കടത്തിവിട്ടില്ല. തുടർന്ന് ദീർഘനേരം അവിടെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ബാരിക്കേഡുകൾ ഓരോന്നായി പ്രവർത്തകർ മറിച്ചിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മേയർ ഭവൻ അകത്തേക്ക് തങ്ങൾ കയറും എന്ന് പറഞ്ഞുകൊണ്ട് മേയർ നേരിട്ട് പ്രതിഷേധം തങ്ങൾക്ക് അറിയിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, അങ്ങനെ UDFിലെ മുഴുവൻ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് പ്രതിഷേധം നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് ഈ വലിയങ്ങാടിയിൽ നിന്ന് ഈ പ്രതിഷേധം ആരംഭിച്ചത്. എവിടെയാണോ ഈ 4 കുടുംബങ്ങളുടെ കണ്ണീർ വീണത് അവിടെ നിന്ന് തന്നെ ഈ മാർച്ച് ആരംഭിക്കുകയും തുടർന്ന് നേതാക്കൾ നയിച്ചുകൊണ്ട്, പ്രവീൺകുമാറും അതോടൊപ്പം തന്നെ PV അൻവർ അടക്കമുള്ള നേതാക്കൾ ഈ മാർച്ചിനെ നയിച്ചുകൊണ്ട് ഇപ്പോൾ മേയറുടെ വസതിക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഈ ബാരിക്കേഡുകൾ മറച്ചിട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഇവർ ഉന്നയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ചിലർ. മറ്റു ചിലർ ഈ മതിൽ മറികടന്നുകൊണ്ട് മേയറുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. അമൃത, മരണത്തിനിടയാക്കിയ അപകടത്തിലെ കെടുകാര്യസ്ഥത, അലംഭാവം, അശ്രദ്ധ, അതുപോലെ തന്നെ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാത്തതിലെ കോർപ്പറേഷൻ വീഴ്ച, അങ്ങനെ ഓരോ കാര്യങ്ങളും, കെടുകാര്യസ്ഥയുടെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്ന മണിക്കൂറുകളിലാണ് ഇപ്പോൾ ഈ പറയുന്ന വലിയങ്ങാടി അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDSFിന്റെ, കോൺഗ്രസിന്റെ, UDFിന്റെ പ്രതിഷേധം നടക്കുന്നത്. മുസ്ലിം ലീഗും UDF പ്രവർത്തകരും അടക്കമുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ മേയറുടെ വീട്ടിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ, ഭരണസമിതിയുടെ വീഴ്ചയിൽ, മേയറുടെ വീഴ്ചയിലടക്കം വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചത് ഒരു കൊലപാതകമാണെന്ന രീതിയിൽ, അനാസ്ഥയുടെ ഇരകളാണെന്ന രീതിയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി, രാഷ്ട്രീയവാദം കൂടിയാക്കി കോൺഗ്രസും UDFും അടക്കം വലിയ പ്രതിഷേധം ഉയർത്തുന്നു. BJP അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായി ഈ രാത്രി ഇപ്പോൾ നൈറ്റ് മാർച്ചിലൂടെ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് കോൺഗ്രസ് UDF പ്രവർത്തകർ. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകി. നിഖിൽ, ഈ പറയുന്ന പോലെ നേരത്തെ തന്നെ സംഘടിച്ചെത്തിയ ആളുകളാണ്. പോലീസുകാർ കൃത്യമായ എണ്ണത്തിൽ അവിടെ ഉണ്ടോ? മേയർ ഈ വീട്ടിൽ തന്നെ ഉണ്ടോ നിലവിൽ? മേയർ തന്റെ ഔദ്യോഗിക വസതിയിൽ തന്നെ ഉണ്ട്. സുഹൈല്, ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ സാഹചര്യം അത് ഈ കോർപ്പറേഷൻ ഉണ്ടാക്കിയതാണ്. മേയറാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. ഈ വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.